എൻ്റെ സ്റ്റേറ്റ് വൈസ് യാത്രകളിൽ പല പുണ്യസ്ഥലങ്ങളും കാണാറുണ്ട്. ഈ പുണ്യസ്ഥലങ്ങളുടെ വിവരണങ്ങളാണ് പിൽഗ്രിം ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആറ്റുകാൽ ദേവി ക്ഷേത്രം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന കണ്ണകി അല്ലെങ്കിൽ ഭദ്രകാളി ആണ് ഇവിടെ ആറ്റുകാൽ ദേവി എന്നറിയപ്പെടുന്ന ദേവത. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ 30 ലക്ഷത്തിൽ പരം സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്നതായി കരുതപ്പെടുന്നു. ഇക്കാരണത്താൽ ഈ ക്ഷേത്രം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും എല്ലാ വർഷവും നടത്തിപ്പോകുന്നത്. കാർത്തിക നക്ഷത്ര ദിനത്തിൽ കാപ്പുകെട്ട് അല്ലെങ്കിൽ വളയിടൽ എന്ന കർമ്മത്തോടുകൂടിയാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. പൊങ്കാലയ്ക്ക് മുമ്പായി ദേവിയെ കുടിയിരുത്തുന്നതിനായി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ചെറിയ ഓലക്കുടിൽ പണിയുന്നു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ 9-ാം ദിവസം പൂരം ദിനമായും 10-ാം ദിവസമായ അവസാന ദിവസം കുരുതി തർപ്പണത്തോടുകൂടി പൊങ്കാല മഹോത്സവം അവസാനിക്കുകയും ചെയ്യുന്നു. പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നതോടുകൂടി ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവനും ദീപാലങ്കാരം കൊണ്ട് നിറയുകയും കമാനങ്ങൾ ഉയരുകയും ചെറിയ കച്ചവടക്കാരെ കൊണ്ട് നിറയുകയും ചെയ്യുന്നു. പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇഷ്ടികകളും അതുപോലെ തന്നെ മൺകുടങ്ങളും മൺകലങ്ങളും അതുപോലെ മൺചട്ടികളുടെ വ്യാപാരം വളരെ തകൃതിയായി നടക്കുന്നത് കാണാം. ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പൊങ്കാലയിടാൻ വരുന്നതിനാൽ ക്ഷേത്രത്തിന് ഉള്ളിൽ അവർക്ക് അതിനുള്ള സൗകര്യം കിട്ടാറില്ല. അതിനാൽ ക്ഷേത്രത്തിന് പുറത്തും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ഈ ഇഷ്ടികകൾ അടുക്കി വെച്ച് അവർ അടുപ്പ് കൂട്ടുകയും മൺകലങ്ങളിൽ പൊങ്കാല തയ്യാറാക്കുകയും ചെയ്യുന്നു. പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതിനായുള്ള ചൂട്ടുകെട്ടുകളുടെ കച്ചവടം നമുക്കിവിടെ കാണാൻ കഴിയും. പൊങ്കാല മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ആറ്റുകാലമ്മയുടെ തിരുസ്വരൂപം തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ജംഗ്ഷനുകളിൽ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നത് കാണാം. പൊങ്കാലയുടെ തലേ ദിവസം ഇവിടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നു. വൻ തിരക്ക് കാരണം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ഇടുന്നതിനുള്ള സ്ഥലം ബുക്ക് ചെയ്യുന്നതിനായി തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പൊങ്കാലയുടെ തലേ ദിവസം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം. പുതിയ മൺകലത്തിൽ തേങ്ങയും ഉണക്കലരിയും ചേർത്താണ് പൊങ്കാല തയ്യാറാക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അരിയാകുന്ന മനസ്സ് തിളച്ച് അഹങ്കാരം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമാകുന്നു എന്നതാണ്. ക്ഷേത്ര പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റ് അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടുകൂടി പൊങ്കാല സമാപിക്കുന്നു. പായസം, വയണ ഇലയിൽ ഉണ്ടാക്കുന്ന ഇല അട, പയറും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് എന്നിവയാണ് പൊങ്കാല ദിനത്തിലുണ്ടാക്കുന്ന മറ്റ് നിവേദ്യങ്ങൾ. മധുര പട്ടണത്തിൻ്റെ തകർച്ചയോടുകൂടി മധുര വിട്ട കണ്ണകി കേരളത്തിലെ കൊടുങ്ങല്ലൂർ പോകുന്ന വഴിക്കാണ് ആറ്റുകാലിൽ വിശ്രമിച്ചതെന്ന് അറിയപ്പെടുന്നു. ഒരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.